നമസ്കാരം. ഓൺലൈൻ പഠനത്തിന്റെ മികച്ച സാധ്യതകൾ അവതരിപ്പിക്കുകയാണ് വിറ്റേഴ്സ് ചാനൽ. കഴിഞ്ഞ ദിവസം മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര 3ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് മുന്നിലെത്തി. സുഗതകുമാരി ടീച്ചറിന്റെ കണ്ണന്റെ അമ്മ എന്ന കവിതാഭാഗമാണ് KS ചിത്ര കുട്ടികൾക്കായി അവതരിപ്പിച്ചത്. കുട്ടികൾക്കാകെ പ്രത്യേക വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമായിരുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായികയുടെ കവിത അവതരണം KS ചിത്ര അധ്യാപികയായി എത്തിയത് കുട്ടികളിലാകെ ഉണ്ടാക്കിയത് ഒരു വലിയ ആവേശം തന്നെയാണ്. മാഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക ആരാണെന്ന് അറിയാമോ? മലയാളത്തിലെ സിനിമാ ഗാനങ്ങളൊക്കെ പാടുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം KS ചിത്രയ. മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ ഗായിക, മലയാളത്തിൻ്റെ വാനമ്പാടിയായിട്ടുള്ള KS ചിത്ര ചേച്ചി നമ്മൾ സ്നേഹപൂർവ്വം ബഹുമാനത്തോടു കൂടി വിളിക്കുന്ന ശ്രീമതി KS ചിത്രയാണ്. ആ ചിത്ര ചേച്ചി ഈ കവിത പാടിയാൽ എങ്ങനെ ഇരിക്കും? എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നമെന്നോ. നമുക്കൊന്ന് എന്നാൽ ശ്രമിച്ചു നോക്കിയാൽ എല്ലാവരും ഒന്ന് ചിത്ര ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടൂ എന്ന് പറയൂ. ചിത്ര ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടൂ എന്ന് പറയൂ. എന്താന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ചിത്ര ചേച്ചി നമുക്ക് വേണ്ടി ഈ കവിത ഒന്ന് പാടുവോ? ദാ വന്നു ചിത്ര ചേച്ചി, ദാ ഇപ്പൊ വരും. ഞങ്ങൾ കണ്ണന്റെ അമ്മ എന്ന കവിത ഇവിടെ പഠിക്കുകയായിരുന്നു. വളരെ നല്ല കാര്യം. എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു കവിതയാണിത്. ചേച്ചിയുടെ ശബ്ദത്തിൽ ഞങ്ങൾക്ക് ആ കവിത ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിനെന്താ, ഞാൻ തീർച്ചയായിട്ടും പാടാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണിത്. കൊച്ചു കൃഷ്ണന്റെ കുട്ടിക്കാലത്തെ വികൃതികൾ ഓരോന്നും വളരെ രസകരമായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അമ്മ യശോദയുടെ വാത്സല്യവും കണ്ണന്റെ കുറുമ്പുമെല്ലാം ഇതിലുണ്ട്. ഈ കവിതയുടെ ആദ്യത്തെ കുറച്ചു ഭാഗം ഞാൻ നിങ്ങൾക്കായിട്ട് പാടാം. കണ്ടോ കണ്ണനെ നിങ്ങൾ ആരാൻ അമ്മ കമ്പു കരത്തിലെടുക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കാലിക്കിടാവുകൾ എന്തോ മണ്ടിയൊളിക്കുന്നു. കണ്ടോ കണ്ണനെ നിങ്ങൾ ആരാൻ അമ്മ കമ്പു കരത്തിലെടുക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കാലിക്കിടാവുകൾ എന്തോ മണ്ടിയൊളിക്കുന്നു. ഇന്നേ നാളിൽ ഞാൻ കണ്ടില്ല മിഴിച്ചിമ്മും തത്തമ്മ കൊഞ്ചുന്നു. കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കമ്പും കൊണ്ടതാ പോകുന്നു. പാഴിലടുക്കള മൂലയ്ക്കൽ പുതുപാലുമറിഞ്ഞു പരക്കുന്നു. മേലിലുറിയിലെ തുവെന്ന കലമേഴായി പൊട്ടിക്കിടക്കുന്നു. ഭരണിയിൽ നെയ്യപ്പമല്ല ചാണക വരളികൾ 5-6 കാണുന്നു. കെട്ടിയിരുന്ന കിടാവോ മുറ്റത്ത് കുത്തിമറിഞ്ഞു കൂത്താടുന്നു. അയലത്തെ കൊച്ചുരാധിക കണ്ണീരു മുഴുകി വന്നിങ്ങനെ ചൊല്ലുന്നു. അമ്മേ ഞങ്ങൾക്കു വയ്യല്ലോ നിന്റെ കണ്ണൻ എന്തൊരു ദുശീലം. എവിടെയ കള്ളൻ വിറച്ചും കൊണ്ടമ്മ പുരവിധി തോറും തിരക്കുന്നു. അറിയില്ല ഞങ്ങൾ എന്നമ്പാടി പിള്ളേർ ചിരിയടക്കിക്കൊണ്ടു മാറുന്നു. അറിയില്ല കണ്ണനെങ്ങാമോ കാലികൾ കുടമണിയാട്ടി നടക്കുന്നു. അധ്യാപന അനുഭവങ്ങൾ പങ്കുവെക്കാൻ നമ്മളോടൊപ്പം ചിത്ര ചേച്ചിയുണ്ട്, നൗഫുൽ മാഷുണ്ട്. അതുപോലെ തന്നെ ചിത്ര ചേച്ചിയുടെ ക്ലാസ് കിട്ടിയ കൊച്ചു കൂട്ടുകാരും നമ്മളോടൊപ്പം ചേരും. ചേച്ചിയിലേക്ക് ആദ്യം തന്നെ പോകുന്നു. ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ആദ്യം തന്നെ നൗഫുൽ മാഷിനും കുട്ടികൾക്കും TV ന്യൂസ് 18 എല്ലാവർക്കും ഉണ്ട് നമസ്കാരം. ചേച്ചി, വലിയൊരു ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു മഹാമാരി നമ്മളെ തോൽപ്പിക്കാൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇടയ്ക്കിടയ്ക്കാണ് നല്ല സന്തോഷം തരുന്ന വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ഈ അടുത്ത് ഏറ്റവും സന്തോഷം തോന്നിയ, ഇപ്പം കുട്ടികളാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും വളരെ സന്തോഷം തോന്നിയ ഒരു വാർത്ത ചേച്ചി ഈ ഒരു കവിത കുട്ടികൾക്ക് വേണ്ടി വിക്ടേഴ്സ് ചാനലിലൂടെ അവതരിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു നൗഫുൽ മാഷിന്റെ ക്ലാസ്സിൽ എന്നൊക്കെ അറിഞ്ഞതായിരുന്നു. ഒരു ആശ്വാസം നൽകിയ, വളരെ സന്തോഷം തോന്നിയ ഒരു വാർത്ത. ചേച്ചിയുടെ ആ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു? ഈ ഒരു അവസരത്തിനെ കുറിച്ച്, ഇല്ലെങ്കിൽ ഇത്തരത്തിലൊരു മേഖലയിലേക്കും കൂടി നിന്നതിനെ കുറിച്ച് എങ്ങനെയായിരുന്നു ചേച്ചിന്റെ ആ ഒരു സന്തോഷം? ആദ്യം പറഞ്ഞ പോലെ നൗഫുൽ മാഷിന്റെ ക്ലാസ് അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്ത് രസമായിട്ടാണ് ക്ലാസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ക്ലാസ് കണ്ടിട്ട്. അദ്ദേഹം കുട്ടികളോട് ചോദിക്കുന്ന വിധവും, അതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മുമ്പിൽ അവരില്ല എന്നുള്ളതാണ്. അവര് TV-യിലല്ലേ കാണുന്നത്. അപ്പൊ പോലും മാഷ് എന്ത് എക്സ്പ്രസീവ് ആയിട്ടാണ് അത് പഠിപ്പിച്ചെന്നുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയും 2 പേരും ടീച്ചേഴ്സ് ആയിരുന്നു.
അച്ഛൻ മാത്സും ഇംഗ്ലീഷും, അമ്മ സോഷ്യൽ സ്റ്റഡീസും ഇംഗ്ലീഷും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ശിക്ഷണത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ആ ഒരു ഡിസിപ്ലിൻ നമ്മുടെ വീട്ടില് കൊച്ചിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. എന്റെയും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ടീച്ചിങ് തന്നെയാണ്. എനിക്കൊരു അധ്യാപിക ആവണം എന്ന് തന്നെയായിരുന്നു ഞാൻ മ്യൂസിക് മെയിൻ എടുത്ത് പഠിക്കുമ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഞാൻ ഏതെങ്കിലും സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ മ്യൂസിക് ടീച്ചറായിട്ട് എനിക്ക് ജോലി കിട്ടും എന്നുള്ളത് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ദൈവം എന്നെ വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് അതിന്റെ സത്യം. എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ് പഠിപ്പിക്കാൻ. അത് കാണാനുണ്ടായിരുന്നു. അപ്പം കുട്ടികളുടെ സന്തോഷം പറയേണ്ടതില്ല. അപ്പൊ നൗഷൽ മാഷിന് എങ്ങനെയായിരുന്നു അത് എന്ന് ചോദിക്കാം. സ്വാഭാവികമായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് ഉള്ളിലുള്ളതെന്ന്. അപ്പൊ ഒന്ന് പറഞ്ഞോളൂ നൗഫൽ മാഷെ. ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു ശബ്ദം, ഉമ്മയുടെ ശബ്ദത്തോടൊപ്പം വീട്ടിലെല്ലാവരും പാട്ട് പാടുന്ന ആൾക്കാരാണ്, പാട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദം, ആ ശബ്ദത്തിനോടൊപ്പം നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ ആദ്യമായിട്ടൊരു വലിയ ഭാഗ്യം എന്ന് കരുതുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ അതാണ്, എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്നുള്ള വാചകത്തോടു കൂടിയാണ് പറഞ്ഞത്. കാരണം ഒരു സ്വപ്നം തന്നെയായിരുന്നു അത്. സാധാരണഗതിയിൽ ക്ലാസ് റൂമുകളിൽ വിവരവിനിമയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. അപ്പോൾ ഒരു കവിത പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യസ്ത ഈണങ്ങളിൽ പാടി പഠിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ സാധാരണ യൂട്യൂബ് വഴിയൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മളൊരു പൊതു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇത് യൂട്യൂബ് വീഡിയോ ചേച്ചി പാടിയത് തന്നെ യൂട്യൂബിലുണ്ട് ഒരു ആൽബത്തിൽ. അപ്പോൾ മനോരമ മ്യൂസിക് പുറത്തിറക്കിയ ഒരു ആൽബത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഈ യൂട്യൂബിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സെയിം കണ്ടന്റ് ആണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചേച്ചിയുടെ മാനേജറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് ഹസ്ബൻഡിൻ്റെ നമ്പർ തരികയും ഞാൻ അങ്ങനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു മെയിൽ അയക്കാൻ പറഞ്ഞു. പക്ഷേ ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നമ്മുടെ ചാനൽ ഹെഡായിട്ടുള്ള മുരുകൻ കാട്ടാക്കട സാറിനെ പോയി കണ്ടു. ഈ ആവശ്യം പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് ചേച്ചിയെ കൊണ്ട് നേരിട്ടൊന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി വിളിക്കായിരുന്നു. ചേച്ചി അപ്പോഴും തന്നെ സന്തോഷത്തോടുകൂടി ആദ്യത്തെ വിളി തന്നെ അപ്പോഴും തന്നെ അംഗീകരിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. ആ സത്യത്തിൽ ആ നിമിഷമായിരുന്നു ശരിക്കും എൻ്റെ ബോധം പോയ നിമിഷം. കാര്യം നേരിട്ട് ചേച്ചി സംബന്ധിച്ചു പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അത് പക്ഷേ അത് കുട്ടികളും രക്ഷകർത്താക്കളും നമ്മുടെ മലയാളികളും മുഴുവൻ ഏറ്റെടുത്ത് ചേച്ചി പ്രത്യേകം നന്ദി. അതിന് എനിക്ക് ഇവര് ചോദിച്ച അന്ന് എന്റെ അടുത്ത് എത്രയും വേഗം പിറ്റേ ദിവസത്തെ ക്ലാസ്സിനാന്ന് പറഞ്ഞാ ചോദിച്ചത്. എനിക്ക് അന്നൊരു ചെറിയൊരു ജലദോഷം കാരണം എനിക്കന്ന് പാടാൻ പറ്റാതെ അന്ന് ഞാൻ പറഞ്ഞു, മുരുകൻ കാട്ടാക്കട സാറിനോട് പറഞ്ഞു, ഞാൻ എനിക്ക് ഒരു ദിവസം സമയം തരൂ, നാളത്തേക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവും, ഞാൻ മരുന്ന് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം കുറച്ച് ഭേദമായപ്പോഴാണ് അതങ്ങ് പാടി. ചേച്ചി ഒരു 2 വരി ഇപ്പൊ ഒന്ന് പാടാമോ ആ കവിത? കണ്ടു കണ്ണനെ നിങ്ങൾ ആരാൻ അമ്മ കമ്പു കരത്തിലെടുക്കുന്നു, കണ്ടില്ല ഞങ്ങൾ കാലിക്കേടാവുകളെന്തോ മണ്ടിയൊളിക്കുന്നു, ഇന്നേ നാളെ ഞാൻ കണ്ടില്ല വിളിച്ചിന്നും തത്തമ്മ കൊഞ്ചുന്നു, കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കമ്പും കൊണ്ടതാ പോകുന്നു, പാഴിലടുക്കള മൂലയ്ക്കൽ പുതുപാലും അറിഞ്ഞു പരക്കുന്നു. അങ്ങനെ വരികളൊക്കെ പറഞ്ഞ സുഗതകുമാരി ടീച്ചറിന്റെ കവിത അതിന് സംഗീതം നൽകിയത് സുരേഷ് മണിമല അദ്ദേഹമാണ്. അപ്പം ഞാനത് ഞങ്ങളുടെ ഒരു കണ്ണൻ കൃഷ്ണ നീ എന്നെ അറിയുന്നു എന്ന് പറഞ്ഞൊരു ആൽബത്തില് എടുത്തിരുന്ന ഒരു കവിതയും കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നൗഫൽ മാഷി ചോദിച്ചപ്പോ ഈ കവിത ആയതുകൊണ്ട് എനിക്ക് പാടാൻ എളുപ്പമായി എന്ന് പറയാം. അതുപോലെ എനിക്ക് ഞാൻ ഭയങ്കര കൃഷ്ണഭക്തയാണ്. അപ്പൊ കൃഷ്ണന്റെ കുറുമ്പുകളും ഒക്കെയാണ്. ഇതിനകത്ത് തന്നെ അഭിസാരിക എന്നൊരു കവിതയുണ്ട്. അതും ഇതുപോലെ അതിന്റെ അർത്ഥങ്ങൾ കുറച്ച് ഡീപ്പാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതല്ല, കുറച്ചുകൂടെ കഴിയുമ്പോ അവരൊക്കെ പഠിപ്പിക്കുമായിരിക്കും മാഷ്. അപ്പൊ അതിന്റെയൊക്കെ ഭയങ്കര ഡീപ്പ്. അത് ഓരോന്നോരോന്ന് കൂടുതൽ അറിയുമ്പോഴാണ് അതിന്റെ ആ കവിതയുടെ ഭംഗി കൂടുതൽ മനസ്സിലാവുന്നത് സത്യത്തില്. അതെ ചേച്ചി, ഒരുപാട് വേദികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾ, ഒരുപാട് അവാർഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം, ഇല്ലെങ്കിൽ അവരുടെ ആ ഒരു ചേച്ചി പാടിക്കൊടുത്തു അത് പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉള്ള അവരുടെ ഒരുപാട് പാട്ടുകളൊന്നും ആ ഒരു ഏജിലൊന്നും ആൾക്കാർ കേൾക്കില്ല. ഇപ്പം ആൾക്കാരെ പോലും ഇപ്പം ഗായകരാണെങ്കിലും ഇല്ലെങ്കിൽ മറ്റേത് മേഖലയാണെങ്കിലും വലിയ വലിയ ആൾക്കാരെ പോലും അറിഞ്ഞു വരുന്ന ഒരു പ്രായമാണ്. അപ്പം ആ കുഞ്ഞുങ്ങൾക്ക് അത്രയും സന്തോഷം കൊടുക്കാൻ പറ്റിയതിന്റെ ആ ഒരു ചേച്ചി എങ്ങനെയാണ് ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നത്? അവരുടെ റെസ്പോൺസ് ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ടാൽ അറിയാം. കുഞ്ഞുങ്ങൾ അത്രയും ഹാപ്പി ആയിരുന്നു, പാരന്റ്സും കൂടെ നമ്മൾ ഈ കാണുന്ന മറ്റുള്ളവരും. ശരിക്കും പറഞ്ഞാല് ഏറ്റവും ഇന്നസെന്റ് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത്. എപ്പോഴും ഞാൻ ആലോചിക്കും ഈ മാഷന്മാർക്കൊക്കെ എന്ത്
എന്ത് സന്തോഷമായിരിക്കും ഓരോ ദിവസം, എന്തോരം പോസിറ്റിവിറ്റിയാണ് അവർക്ക് കിട്ടുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഇന്നസെൻസിൽ നിന്ന്. അവരുടെ കൂടെ മിങ്കിൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പ്രായം ചെറുപ്പമാവുമെന്ന് തോന്നും നമുക്ക്. അത്രയും പോസിറ്റിവിറ്റിയാണ് കുഞ്ഞുങ്ങളുടെ അടുത്തുനിന്ന് കിട്ടുന്നത്. അപ്പം എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ് കുട്ടികളുടെ കൂടെ. ഞാൻ റിയാലിറ്റി ഷോന് പോകുമ്പോൾ പോലും ഞാൻ കുട്ടികളുടെ ഷോ ആണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്രേഷൻസും കിട്ടും. അവരുടെ കളിയും ഇതെല്ലാം കണ്ടോണ്ടിരിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് ശരിക്കും. അവര് പാടുന്ന നേരത്ത് അല്ലാതെ അവിടെ ഇരിക്കുമ്പോൾ കാണിക്കുന്ന കുറുമ്പുകളും അതെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് പൊതുവെ കുഞ്ഞുങ്ങളുടെ കമ്പനി ഇഷ്ടമാണ്. കേട്ടില്ലേ, ചേച്ചിക്ക് വരെ നിങ്ങളുടെ പ്രൊഫഷനോട് അസൂയയാണ്. ചേച്ചിക്ക് അത് ഭയങ്കര, നിങ്ങളുടെ ആ ഒരു അധ്യാപനം എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഐഡിയയിലേക്ക്, ഇല്ലെങ്കിൽ ഇങ്ങനെ പാടിപ്പിക്കാം, നേരത്തെ പറഞ്ഞു വിശദീകരിച്ചു ഇത് എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞെങ്കിൽ പോലും ആ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു വന്നത്? കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കവിത പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാവം അറിഞ്ഞ് ചൊല്ലുക എന്ന് പറയുന്നത് കവിത ചൊല്ലലിൻ്റെ ഒരു ലക്ഷ്യം കൂടിയാണ്. അത് അധ്യാപകൻ കുട്ടികൾക്ക് ഉണ്ടാകേണ്ട ഒരു ശേഷിയായിട്ട് കാണുന്നത് കവിത അതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് ചൊല്ലുക എന്നുള്ളത്. ഈ കൃഷ്ണൻ്റെ കവിത ഈ ഭാവം അറിഞ്ഞ് ചൊല്ലാൻ ഇന്ന് ലോകത്തിൽ ചിത്രരചന കഴിഞ്ഞ് വേറൊരാളുണ്ടാവില്ല. കാരണം എനിക്ക് ആ കവിത വിശദീകരിക്കേണ്ടി വരില്ല. കാരണം ആ കവിത അത് വിഷ്വലി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിന്റെ ഓരോ വരിയുടെയും ഭാവം ഉൾക്കൊണ്ട് ചേച്ചി അത് പാടുന്ന ഫേസിൽ അത് വരും. അതാണ് എൻ്റെ. അപ്പോൾ ഒരു അധ്യാപകൻ ആഗ്രഹിച്ചത് അതാണ്. ചേച്ചി അത് നേരത്തെ മനസ്സിലാക്കി അത് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. എല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട്. കുട്ടികളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു മൊത്തത്തിൽ? അതായത് ഇപ്പം സർക്കാരിൻ്റെ ആണെങ്കിലും പൊതുജനത്തിൻ്റെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും റെസ്പോൺസ് എങ്ങനെയാണ്? ചേച്ചി വരും എന്നുള്ള വാർത്ത ആദ്യം പുറത്തുവിടുന്നത് ന്യൂസ് 18 പിന്നീട് അതിനെ തുടർന്ന് ധാരാളം ആൾക്കാർ ഇതെങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ഒരുപാട് രക്ഷകർത്താക്കൾ കാത്തിരുന്നു, പൊതുസമൂഹം കാത്തിരുന്നു. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ അവർ വളരെ ആവശ്യത്തിലാണ്. ഇത്രയും ഒരു അത്ഭുതമല്ലേ തങ്ങളുടെ ക്ലാസ്സിൽ സംഭവിച്ചിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു ക്ലാസ്സായി മാറിക്കഴിഞ്ഞു. അവരുടെ എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ ക്ലാസ്സിലേക്ക് ചിത്രചേച്ചി വന്നു, എനിക്ക് പാട്ട് പാടി തന്നു. കുട്ടിക്ക് അത് TV എന്നതിലുപരി എൻ്റെ ക്ലാസ്സാണ്. ആ എൻ്റെ ക്ലാസ്സിലേക്ക് ചേച്ചി വന്നു എന്ന് പറയുന്നത് അവർക്ക് വലിയ സന്തോഷം. പക്ഷേ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നത്, അതായത് ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് കുട്ടികളുമായിട്ട് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം മാറിക്കിട്ടിയില്ല, ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂസ്? ഓരോ കുട്ടിയും ഇപ്പോൾ ഓരോ അധ്യാപകർ സുപരിചിതരാണ്. അവർ ക്ലാസ്സിലെ പോലെ തന്നെയാണ് എല്ലാവരും ബിഹേവ് ചെയ്യുന്നത്. എനിക്ക് എല്ലാ ദിവസവും റെസ്പോൺസുകൾ കിട്ടാറുണ്ട്. ഞാൻ FB വഴിയും അല്ലാതെയൊക്കെ റെസ്പോൺസുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിലൊക്കെ ഇപ്പം അധ്യാപകരെ അനുകരിച്ച് കുട്ടികൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ട് ഇന്ന് വന്നത്, ഞാൻ സാധാരണ ഇതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജിൽ പരമാവധി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മലയാളം തന്നെ പല വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഇന്ന് കാസർഗോഡുള്ള ഒരു കുട്ടി ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു. ഞാൻ എൻ്റെ ക്ലാസ്സിനെ അവള് ഒന്ന് ചുരുക്കി അവരുടെ ഭാഷയിൽ, കാസർഗോഡ് ഭാഷയിൽ ആ ക്ലാസ് അവതരിപ്പിച്ച് അത് യൂട്യൂബിൽ അത് ഹിറ്റായിട്ടുണ്ട്. ആയിരക്കണക്കിന് പേര് അത് കാണുന്നുണ്ട് കാസർഗോഡുകാർ. അതാണ് നമ്മൾ നമ്മുടെ സ്കൂളിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്ലാങ്ങിൽ സംസാരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിലുള്ള ആൾക്കാർക്കൊക്കെയാണ്. അപ്പം ചേച്ചിയെ സംബന്ധിച്ച് മറ്റൊരു രൂപത്തിൽ ഇല്ലെങ്കിൽ മറ്റൊരു വേഷത്തിൽ കാണാൻ സാധിച്ചത് മലയാളികളുടെ ഒരു വലിയ സന്തോഷത്തിന് കാരണമായി. അത് മാത്രമല്ല, എല്ലാവർക്കും ഈ പാട്ട് പാടിക്കൊടുക്കാൻ സാധിച്ചു. അപ്പം ചേച്ചിയുടെ ആ ഒരു പ്രൊഫഷൻ, ഇപ്പം സിംഗേഴ്സ് ആണെങ്കിൽ ഇല്ലെങ്കിൽ ഫിലിം ഫീൽഡിലുള്ള ആരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നോ? ആരെങ്കിലും അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നോ? ഇല്ല, ഒരുപാട് എന്റെ ഫാൻസ് മക്കളുണ്ടല്ലോ, ഒരുപാട് എന്നെ ഇഷ്ടമുള്ള എന്റെ മക്കളെ പോലെ കുറെ പേരുണ്ട്. അവരെന്റെ എല്ലാ കാര്യങ്ങളും വളരെ കീനായിട്ട് വാച്ച് ചെയ്യുന്നവരാണ്. അവരൊരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഈ നമ്മുടെ വീഡിയോ ഇത് ഫോർവേഡ് ചെയ്തു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു ചേച്ചിയുടെ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ 3ാം ക്ലാസ്സിൽ ഞാൻ വന്ന് ചേർന്നേനെ എന്നൊക്കെ പറഞ്ഞ കുറെ പേരുണ്ടായിരുന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സ്റ്റുഡന്റ് അങ്ങനെ വേണമല്ലോ ഇനി പറയാൻ. ആരാധ്യ നമ്മളോട് ഞാൻ വെറുതെ പാടുകയല്ലോ, ഫുൾ ക്ലാസ്സിന് അവസരമാക്കില്ലേ എടുത്തത്. അയ്യോ, അതെ, ആരാധ്യ എന്നൊരു കൊച്ചു കൂട്ടുകാരിയാ ചേച്ചി നമ്മളോടൊപ്പം ഉള്ളത്. മാഷിന് പരിചയം ഉണ്ടാവും. ആരാധ്യ, എങ്ങനെയുണ്ടായിരുന്നു നൗഫൽ മാഷിന്റെ ക്ലാസ്സും ചിത്ര ചേച്ചിയുടെ പാട്ടും? നൗഫൽ മാഷിന്റെ പാട്ട് നന്നായിരുന്നു. പിന്നെ ചിത്ര ചേച്ചിയുടെ പാട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടായിരുന്നു അത്. ആണോ? പ്രതീക്ഷിച്ചിരുന്നോ എപ്പോഴെങ്കിലും ചേച്ചി നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പാടിത്തരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. എത്ര സന്തോഷായി?
കൊറേ സന്തോഷായി. ആണോ? നല്ല ഇഷ്ടായ പാട്ട്. ആണോ? വീട്ടിലെല്ലാവർക്കും ഇഷ്ടായോ? ആ ചേച്ചി പാടി തന്നിട്ട് അത് പഠിച്ചോ ആരാധ്യ? പാടി തന്നിട്ട് ചിത്ര ചേച്ചി പാടി തന്നില്ലേ? നൗഫൽ മാഷ് പഠിപ്പിച്ചില്ലേ? അത് പഠിച്ചോ? ആരാധ്യ പഠിച്ചോ ആ കവിത? ആ കവിത പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ലേ? കേട്ടതേ ഉള്ളോ? പഠിക്കണ്ടേ അത്? ആ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് മാഷ് കേട്ടിട്ടുണ്ട്. പഠിക്കൂലേ? പാടി പഠിക്കൂലേ നീ? ആ മിടുക്കി. ഞാൻ പറഞ്ഞത് അത് ഫുള്ളും പഠിച്ചിട്ടില്ല. ഞാൻ കുറച്ച് പാടാൻ ശ്രമിക്കുന്നുണ്ട്. ആണോ? എന്നാ ആരാധ്യ അതൊന്ന് പാടോ? ചേച്ചിക്കും കേൾക്കാലോ, ചിത്ര ചേച്ചിക്ക് കേൾക്കാലോ. ഫുള്ളും പഠിച്ചിട്ടില്ല. കുറച്ച് മതി. അതിപ്പോ പഠിച്ചിട്ടില്ല. ആണോ? ആ കുഴപ്പമില്ല. ഇതൊക്കെ പാടി പഠിച്ചാ മതി. അതെ. ഓക്കെ. താങ്ക് യു ആരാധ്യ, സംസാരിച്ചതിന്, സന്തോഷം പങ്കുവെച്ചതിന്. ഇങ്ങനെയാണ് ഓരോ കുട്ടികളും മാഷ ആ ഉണ്ടാക്കി കൊടുത്ത ഒരു അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നേരത്തെ മാഷ തന്നെ പറഞ്ഞ പോലെ അത്രയും ഇവിടെ കിട്ടാവുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചേച്ചി അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ടായിരിക്കും ചേച്ചിക്ക് സമയം പോലും കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റാണ് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് പ്ലാൻസ്? പുതിയതെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പുതിയ നമ്മളെക്കാൾ മികച്ച രീതിയിൽ പുറത്തൊക്കെ ഇപ്പോൾ അധ്യാപകർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓഗ്മെന്റ് റിയാലിറ്റി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അധ്യാപകൻ ശ്യാം എന്നാണ് തോന്നുന്നു ആ അധ്യാപകന്റെ പേര്. ഓഗ്മെന്റ് റിയാലിറ്റി ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ സ്കൂളിൻ്റെ രീതിയിലൊരു ക്ലാസ് സെറ്റ് ചെയ്ത് അതിപ്പോൾ യൂട്യൂബിലൊക്കെ വലിയ ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അധ്യാപകരെന്ന് പറഞ്ഞാൽ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഈ ക്ലാസ്സിനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ അടുത്ത ക്ലാസ്സിന്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആണല്ലേ? നമ്മളോടൊപ്പം ഒരു വിദ്യാർത്ഥിനി കൂടി ഉണ്ട്, പാലക്കാട് നിന്ന്, തത്തമംഗലത്തുള്ള ഫിലയാണ്. ഫിലയിലേക്ക് ഞാൻ തിരിച്ചു വരാം. ചേച്ചി, ഇപ്പം നൗഫൽ മാഷ് പറഞ്ഞതുപോലെ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ പരീക്ഷിക്കാൻ തുടങ്ങി അധ്യാപനത്തിൽ. അതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് ഈ കാലത്ത് ഓർക്കാൻ സാധിക്കുക. അത് എത്രത്തോളം നന്നായി കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ പാരൻസിനാണെങ്കിലും അതിനെക്കുറിച്ചുള്ള അറിവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം ലീവ് ആണെങ്കിൽ ഇപ്പോൾ വയ്യാതെ സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസരത്തിൽ പോലും ക്ലാസ് മിസ്സാവാൻ ഉള്ള ഒരു സാധ്യത പോലും ഇല്ലാത്തൊരു തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ് അഭിപ്രായം? ഒരു അവസരത്തിൽ ഇപ്പൊ നമുക്ക് അതല്ലേ അത് കുട്ടികൾ ഇത്രയും കാര്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. പേരൻസിന് കൂടെ ഇരുന്ന് അവർക്കും പഠിക്കാം, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എളുപ്പമുണ്ട്. പിന്നെ വേണമെങ്കിലും നമുക്ക് റെഫർ ചെയ്യാം. അതൊക്കെ ഒരു തീർച്ചയായിട്ടും വലിയൊരു വളരെ ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ഈ ടെക്നോളജി കാരണം നമുക്ക് അതൊക്കെ സാധ്യമാകുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം. ടീച്ചർമാർക്ക് ഞാൻ ചോദിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാല് അത് കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സാറന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ അത് ഇപ്പൊ നമ്മളിപ്പോ ക്ലാസ്സിൽ കുറച്ച് ശ്രദ്ധയില്ലാണ്ടൊക്കെ ഇരുന്ന ടീച്ചർ കറക്റ്റായിട്ട് നമ്മളെ തന്നെ പിടിച്ച് നമ്മളോട് ചോദ്യം ചോദിക്കുമായിരുന്നു. നമ്മുടെയൊക്കെ സമയത്ത് എല്ലാ സ്കൂളിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അത് മിസ് ചെയ്യുന്നുണ്ടോ, അവർ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളതാണ്. അത് എന്താണെന്ന് നമുക്ക് നൗഫൽ മാഷോട് ചോദിക്കാം. അതിനു മുമ്പ് ശ്രദ്ധിക്കുന്നുണ്ടോന്ന് നമുക്ക് ഫിലയോട് തന്നെ ചോദിക്കാം. ഫില, ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോന്നാണ് ചിത്ര ചേച്ചി ചോദിക്കുന്നത്. ശ്രദ്ധിക്കാറുണ്ട്. ആണോ? ചേച്ചിയുടെ പഠിക്കുന്ന പോലെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടോ മോൾക്ക്? പഠിക്കാൻ പറ്റുന്നുണ്ട്. മിടുക്കി കുട്ടിയാണല്ലോ. അവളാണ് എന്റെ ക്ലാസ് തുടങ്ങിയത് ചേച്ചി. ആണല്ലേ? ആദ്യത്തെ ഓർമ്മയുണ്ടോ കവിത? രണ്ടുപേരി പാടിത്തരാൻ ഓർക്കുണ്ടോ? ചേച്ചിക്ക് മാഷിന് പാടി കൊടുക്കോ ഫില? പാടിക്കോളൂ. കണ്ടോ കണ്ണനെ കണ്ണും ചുവന്നമ്മ കാട്ടിൽ തേടി നടക്കുന്നു. കണ്ടില്ല ഞങ്ങൾ കണ്ടില്ല കരിവണ്ടും തുമ്പിയും മൂളുന്നു. കണ്ടിട്ടേയില്ല ഞാനെന്നോ പീഡമാൻ കണ്ണും നീട്ടിത്തിരിയുന്നു. കണ്ടിട്ടേയില്ല ഞാനെങ്ങും
കൊച്ചു കാളിന്തിയോളങ്ങൾ തുള്ളുന്നു. കടലുകഴച്ചു വലഞ്ഞപ്പോൾ അമ്മ തിരികെ പോവാൻ തുടങ്ങുന്നു. കാടിൻ നീലിച്ച ഹൃത്തിൽ നിന്നപ്പോളോടക്കുഴ വിളി പൊങ്ങുന്നു. കമ്പുകരം ഇടുന്നു, മുഖം പുഞ്ചിരി കൊണ്ടു തിളങ്ങുന്നു. കമ്പുകരം വിട്ടു വീഴുന്നു, മുഖം പുഞ്ചിരി കൊണ്ടു തിളങ്ങുന്നു. താങ്ക് യു ഫില. മിടുക്കി, മുഴുവൻ പഠിച്ചു. ചേച്ചി, ഈ ഒരു ഏജ് ഇപ്പം നമ്മൾ പാടിക്കൊടുത്തിരിക്കുന്നത്, ഇപ്പം നമുക്ക് പാടിത്തന്ന മിടുക്കി ഫിലയാണെങ്കിൽ പോലും ആ ഒരു പ്രായത്തില് ചേച്ചി പഠിച്ച ഏതെങ്കിലും കവിത ഓർക്കുന്നുണ്ടോ? ഇപ്പം ഉണ്ടെങ്കിൽ ഒരു 2 വരി പാടാമോ? എനിക്ക് ഏതൊക്കെ പഠിച്ചെന്ന് ഓർമ്മയിലൊക്കെ കുറെ കവിതകൾ പഠിച്ചിട്ടുണ്ട് ആ സമയത്ത്. സ്കൂളിലൊക്കെ ഫെസ്റ്റിവലിലൊക്കെ പ്രൈസ് കിട്ടിയതോ ഇല്ലെങ്കിൽ ഓർമ്മയില്ല ഏതെങ്കിലും? കനകച്ചിലങ്ക കിളിങ്ങി കിളുങ്ങി അത് പഠിച്ചിട്ടുണ്ട്. ഞാൻ കുറെ കവിതകൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ സ്കൂളിന്റെ ഹോളിഡേ സമയത്ത് പണ്ട് ഉള്ളൂർ സ്മാരക ഗ്രന്ഥശാലയിൽ ഇതുപോലെ ഹോളിഡേ സമയത്ത് ഇതുപോലെ 10 ദിവസം 12 ദിവസമൊക്കെ കവിത പഠിപ്പിക്കാനായിട്ട് പന്മന രാമേന്ദ്രൻ സാറൊക്കെയാണ് വന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ഒടുവിൽ ഇന്നിപ്പോ നൗഫൽ മാഷ് എന്നെ കൊണ്ട് പഠിപ്പിച്ച പോലെ സുശീലാദേവി ടീച്ചർ വന്ന് ആ കവിത മ്യൂസിക്കലായിട്ട് പാടി ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരുമായിരുന്നു. അങ്ങനെ ഒരു കവിത കോഴ്സിന് ഞാൻ പോയി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പിന്നെ ലോകമേ തറവാട് ഈ ചെടികളും പുൽകളും ഒഴുക്കലും ആ കവിത, അങ്ങനെ കുറെ കവിതകൾ പഠിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇപ്പൊ ചോദിക്കുമ്പോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. അങ്കണത്തൈമ ഓർമ്മയുണ്ട്. ഓക്കെ, എന്നാ ചേച്ചി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലാം. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. 4 മാസത്തിൻ മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ടീ ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ. അമ്മ തൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ച പോലമ്മലർക്കെണ്ടൊന്നൊടിച്ചാസാദിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞപ്പോ ഓടിച്ചു കളഞ്ഞല്ലോ കുസൃതിക്കുരുന്നേ. ഇങ്ങനെ പോവും. ചേച്ചി, എന്താ മാഷ ഇപ്പൊ തോന്നുന്നത്? ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്തെങ്കിലും പറയാൻ പാടുണ്ടോ? അതൊക്കെ അഹങ്കാരായി പോവില്ലേ? ചേച്ചി പാടുക, കേൾക്കുക, ആസ്വദിക്കുക. അല്ല, ഇങ്ങനെ ഉരുവിട്ട് ഓരോ വരി പഠിച്ചതും ഈ ഒരൊറ്റ ഇങ്ങനെ കേട്ടാ മതിയായിരുന്നു തോന്നുന്നുണ്ട് ആ സമയത്ത്. ഓക്കെ, പക്ഷെ ഇതിന്റെ കഥ പറഞ്ഞിരിക്കുന്നത് നടി കൂടിയായ വത്സര മേനോനായിരുന്നു. എങ്ങനെയായിരുന്നു അവരിലേക്കുള്ള ഒരു? ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ ഒരു ടീച്ചർ കൂടിയായ ഗിരിജ ടീച്ചറാണ് ആദ്യം അത് പറഞ്ഞിരുന്നത്. പക്ഷേ ആ ടീച്ചർക്ക് ഇങ്ങോട്ട് കൊറോണ പ്രശ്നം ഉള്ളതുകൊണ്ട് ടീച്ചർക്ക് സ്റ്റുഡിയോയിലോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ഫോണുമായിട്ട് പോയിട്ട് ടീച്ചറുടെ വീട്ടിൽ പോയിട്ട് അത് ഷൂട്ട് ചെയ്തു. പക്ഷേ അത് അതിനകത്ത് ഷൂട്ട് ചെയ്തതിൽ ചെറിയൊരു കുറച്ച് ഡിസ്റ്റൻസും വോളിയത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ ഇത് എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുന്ന ആ സമയത്ത് ആണ് ഇതിൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ക്രിയേറ്റീവ് എഡിറ്ററായിട്ടുള്ള മനോജ് സാറ് വിക്ടേഴ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അപ്പം നമുക്ക് പിന്നെ ഇന്ന ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട്, അപ്പം മലയാളത്തിൻ്റെ മൊത്തം മുത്തശ്ശി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മുഖം അതാണ്. അവരെ കൊണ്ട് പറയിപ്പിച്ചാലെന്ന് വെച്ചിട്ട് പുള്ളിയുടെ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുകയായിരുന്നു. സുഗതകുമാരി ടീച്ചർ മറ്റേ കവിതയില് ഇൻട്രോ പറയുന്നുണ്ട്. അതും സന്തോഷം തരുന്നതാണ്. അതെ അതെ. ഫിലയ്ക്ക് ഇനിയും ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണോ വേണ്ടത്? നൗഫൽ മാഷോട് പറഞ്ഞോളൂ, എങ്ങനെയാണ് ക്ലാസ് ഇനി എടുക്കേണ്ടതെന്ന്. ഇങ്ങനെ അസിസ്റ്റന്റും ഇങ്ങനെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഉള്ള ഒരു ഓൺലൈൻ ക്ലാസ് ആണ് ഞങ്ങൾക്ക് ഇനി വേണ്ടത്. ശരി, കാർട്ടൂൺ കഥാപാത്രങ്ങളിലാണ് എല്ലാരും പഠിക്കുന്നത്. എങ്ങനെയാണ് പക്ഷെ അതൊക്കെ ആരൊക്കെയാണ് ചെയ്യുന്നത്? കാർട്ടൂൺ കഥാപാത്രത്തിന്റെ ആദ്യമായിട്ടാണല്ലേ? ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. ഇഷ്ടംപോലെ നല്ല ക്ലാസ്സുകൾ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ മാത്രമല്ല, ഒരുപാട് നല്ല ക്ലാസ്സുകൾ ഇനി വരുന്നുണ്ട്.
എല്ലാം കാണണം, പഠിക്കണം. മാഷിന്റെ ക്ലാസ്സിലേക്ക് ആദ്യം വരുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്. അതെ അതെ. ഇനി വരും, ഒരുപാട് ക്ലാസ്സുകൾ വരും, നല്ല ക്ലാസ്സുകൾ വരുന്നത്, ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, മികച്ച ക്ലാസ്സുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാത്തിരിക്കണം കേട്ടോ. ശരി ചേച്ചി, വലിയ ഒരു ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പം നമുക്ക് ഉള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പം നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയും ഇപ്പോൾ ചെന്നൈയിലാണെങ്കിലും നമുക്കറിയാം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് സ്ഥിതി. കേരളത്തിലെയും സ്ഥിതി വ്യത്യാസമല്ല, എങ്കിൽ പോലും നമുക്ക് പിടിച്ചു നിർത്താൻ ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചേച്ചിക്ക് ഒരു പാട്ട് നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് പാടാമോ? നമുക്ക് സമയത്തിന്റെ പ്രശ്നം കൂടി ഉള്ളത് കൊണ്ടാണ്. ഏത് പാട്ട് വേണം? ഓക്കെ, ചില മോള് പറയൂ, ഏത് പാട്ടാ മോൾക്ക് ഇഷ്ടം എന്ന് പറയൂ. അയ്യോ പറയൂ ഫില, വലിയ 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 അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഫില പറയുന്നത് ചേച്ചി പാടിത്തരും. മോള് പറയണ കേട്ടില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം. അയ്യോ, നിങ്ങളോ? ചേച്ചിന്ന് വിളിക്ക്. അല്ല, അവിടെ അത് ബഹുമാനമാണ്. അല്ല അല്ല, പാലക്കാടൊക്കെ നിങ്ങൾ റെസ്പെക്ടോടെ വിളിക്കുന്ന വാക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ, ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ, കിളിമരത്തണലോരം കളിയാടാമീ, കിളിമരത്തണലോരം കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ, ഇന്നുള്ളിൽ പൂക്കാലം. വെള്ളാങ്കല്ലി ചില്ലും കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നും എന്റെ പോരാത്തു വാവേ വാവാച്ചി. തുമ്പക്കൂടങ്ങളിൽ തുള്ളിക്കളിക്കുന്ന കുഞ്ഞിളം കാറ്റിന്റെ കൂട്ടുകാരി, മിന്നിത്തിളങ്ങുമെൻ പൊന്നും കിനാക്കൾക്ക് നിന്നെയാണോ മനയേറെ ഇഷ്ടം, ചിന്തിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ, ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ, കിളിമരത്തണലോരം കളിയാടാമീ, കിളിമരത്തണലോരം കണ്ണാന്തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ, ഇന്നുള്ളിൽ പൂക്കാലം. താങ്ക് യു ചേച്ചി. എന്തൊരു സന്തോഷമാണ്. ചേച്ചി, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും ഒരു അവസരത്തിൽ ഇതുപോലെ കാണാം, സംസാരിക്കാം. ഒരുപാട് നന്ദി വന്നതിനും സംസാരിച്ചതിനും ഒക്കെ നന്ദി. നൗഫൽ മാഷെ അതുപോലെ താങ്ക് യു. വലിയ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഇനി അങ്ങോട്ടും ഇതുപോലെ ഒരുപാട് നല്ല നല്ല മാഷിന്റെ ക്ലാസ്സുകൾ ഞാനും ഇനിമോലും ശ്രദ്ധിക്കും. ഞാന് മുരുകൻ സാറിന് പറഞ്ഞിരുന്നു, വിളിക്കുമ്പോ പ്രത്യേകത്തൊരു പ്രത്യേകം നന്ദി പറയേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ചേച്ചി നേരിട്ട് ഇപ്പോഴും ഇങ്ങനെ ഒരു അവസ്ഥയാണ് കാണാൻ പറ്റിയത്. നന്ദി, ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി. ഓക്കെ, താങ്ക് യു. പിന്നെ കുട്ടി ഓൾ ദ ബെസ്റ്റ്, മെഡിക്കേറ്റ് വരണം കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു മാഷെ, താങ്ക് യു വന്നതിന് സംസാരിച്ചതിന്. അധ്യാപന അനുഭവങ്ങളായിരുന്നു നമ്മളോട് പങ്കുവച്ചുകൊണ്ടിരുന്നത്. പൂർണ്ണമാവുന്നു. നമസ്കാരം.